തലവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പരിധിയിലുള്ള ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തലവൂർ പിടവൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. നടുത്തേരി കോൺഗ്രസ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തലവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അവസാനിപ്പിച്ച് ധർണ നടത്തുകയായിരുന്നു. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തിനും പെൻഷൻ പദ്ധതി കണ്ടുപിടിക്കുന്ന പ്രതിഷേധ ധർണയ്ക്ക് കോൺഗ്രസ് തലവൂർ മണ്ഡലം പ്രസിഡന്റ് കുട്ടപ്പൻ നായർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബാബു മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കൗളിപ്പിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് അംഗങ്ങളുള്ള വാർഡുകളിൽ പോലും റോഡിന്റെ ദയനീയമായ സ്ഥിതിക്കെതിരായി ജനങ്ങൾ സംഘടിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് സമിതി ദയനീയമായ ഒരു പരാജയമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഭരിക്കുകയാണ് ഇവർ. തുടർച്ചയായി ജനങ്ങളുടെ വാഗ്ദാനങ്ങളൊന്നും അവർ പാലിച്ചില്ല. വളരെ നിവൃത്തികേട് കൊണ്ടാണ് പഞ്ചായത്ത് പടിക്കലേക്ക് ഒരു സമരത്തിന് നമ്മൾ വന്നത്. ജനങ്ങളുടെ അത്ര ശക്തമായ പ്രതിഷേധം ഓരോ സ്ഥലത്തും നിലനിൽക്കുന്നു. പ്രതിഷേധം കേൾക്കുവാനും പരാതികൾ പരിഹരിക്കുവാനും ആളില്ല. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ജനപക്ഷത്ത് നിന്ന് ഈ സമരം ഏറ്റെടുത്തത്. എപ്പോഴാര് ചോദിച്ചാലും എല്ലാ റോഡും ടെൻഡർ ആയിട്ടുണ്ടെന്ന് വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. ഫണ്ടുകളില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെടുകയാണ്. പിന്നെ ഗ്രാന്റുകളും പദ്ധതി വീതവും വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊഴുകുകയാണ്. മഴക്കാലമായാൽ വലിയ സൗകര്യം, മഴയായതുകൊണ്ടാണ് റോഡുകൾ ചെയ്യാത്തത് എന്ന് പ്രഖ്യാപിക്കും, പറയും, സമാധാനപ്പെടുത്തും. നിങ്ങൾ വന്നതിന് ശേഷം എത്ര മഴക്കാലങ്ങൾ കടന്നുപോയി, എത്ര മഹാമാരികൾ കടന്നുപോയി, എത്ര വേനലുകൾ കടന്നുപോയി, എത്ര പദ്ധതികൾ നിങ്ങളുടെ കാലത്ത് നടത്തി. എന്നിട്ടും പുതിയതായി ഒരു റോഡ് വെട്ടണമെന്നല്ല നമ്മളിവിടെ പറയുന്നത്. പുതുതായി ഒന്നും സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിലവിലുണ്ടായിരുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം, ഒരു പഞ്ചായത്തിന്റെ കർത്തവ്യമാണത്. ധർണയിൽ UDF പത്തനാപുരം നിയോജക മണ്ഡലം ചെയർമാൻ G രാധാമോഹൻ, കോൺഗ്രസ് തലവൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM ബിജു, മഹിളാ കോൺഗ്രസ് നേതാവ് ശശികല മോഹൻ, ജോസ് കുട്ടി, ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.